3 ആളുകളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. ആ ദുആക്കൾ തള്ളപ്പെടുകയേയില്ല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസു ദഅവാത്തിൻ മുസ്തജബാത്തു ലാ ശക്ക ഫീഹിന്ന ദഅവത്തുൽ വാലിദ് വദഅവത്തുൽ മുസാഫിർ വദഅവത്തുൽ മദ്ലൂം റവാഹു തിർമിദി വഅബീ ദാവൂദ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 3 ദുആ സ്വീകരിക്കപ്പെടുന്നത് തീർച്ചയാണ്. അതിലൊന്നാമതായി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദഅവത്തുൽ വാലിദ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആ. അവർ നന്മയാകാൻ വേണ്ടിയിട്ട്, നല്ലതായി തീരാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആയും സ്വീകരിക്കപ്പെടും. അവർക്ക് വേണ്ടി ശപിക്കപ്പെടുന്ന ശാപവാക്കുകൾ ചെയ്യുന്ന ദുആയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആയാണ്. ആ യാത്രയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വേദനകളോ എന്തെങ്കിലും പ്രയാസങ്ങളോ നേരിട്ട് കഴിഞ്ഞാൽ, അവൻ പോയത് നല്ല രീതിയിൽ നല്ലതിന് വേണ്ടിയിട്ടാണ് പോയതെങ്കിൽ ആ ദുആയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്, അതും തള്ളപ്പെടുകയില്ല. മൂന്നാമത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ. നമ്മൾ ആരെങ്കിലും വേദനിപ്പിക്കുകയോ ആരെങ്കിലും അടിക്കുകയോ ചീത്ത വിളിക്കുകയോ അവൻ്റെ മനസ്സ് വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ അവനോട് പോയി പൊരുത്തം ചോദിക്കുക. ഇല്ല എങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ നിന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട.